പത്രത്തിലേക്ക് പോവാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് സുധാകരനടക്കമുള്ള വിഷയങ്ങളായിരിക്കും നമുക്ക് നോക്കാം. പക്ഷേ മനോരമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തയാണ്. ഉത്തർപ്രദേശിൽ നമ്മുടെ കേരള സർക്കാരിന്റെ വ്യാജ SSLC+2 കോഴ്സുകൾ, കേരള സർക്കാരിന്റെ വ്യാജ കോഴ്സല്ല, കേരള സർക്കാരിന്റെ SSLC+2 കോഴ്സുകൾ അവിടെ വ്യാജമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി രവീന്ദ്രനാഥിന്റെ ഫോട്ടോയും വെച്ച് ഉത്തർപ്രദേശിൽ വിൽപ്പനയ്ക്ക്. മാത്രമല്ല അത് എത്ര വർഷമായിട്ട്, 8 വർഷമായിട്ട് വ്യാജ വെബ്സൈറ്റ് വഴി പ്രവർത്തനം നടത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ല. വിദ്യാഭ്യാസ തട്ടിപ്പിൽ A+ തട്ടിപ്പ് എന്നാണ് മനോരമ അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് കേട്ടോ സംഭവം. സംസ്ഥാനത്ത് SSLC പരീക്ഷ നടത്തുന്ന കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കോഴ്സുകൾ നടത്തി സർട്ടിഫിക്കറ്റ് വിതരണവുമായി വ്യാജൻ 8 വർഷമായി രംഗത്ത്. തട്ടിപ്പ് കണ്ടെത്തി 4 വർഷമായി വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പോലീസിന് പരാതി നൽകിയിട്ടും നടപടിയില്ല. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ സൃഷ്ടിച്ച വ്യാജ വെബ്സൈറ്റ് വഴിയാണ് സംഘത്തിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം വീണ്ടും വ്യാജ സന്ദേശം എത്തിയതോടെ വെബ്സൈറ്റ് നിർത്തലാക്കാൻ ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയായ ഗോഡാഡിയെ പോലീസ് സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട വാർത്ത. 4 വർഷമായിട്ടും പരാതി നൽകി 4 വർഷം എന്നിട്ട് പോലും എങ്ങനെയാണ് ഉത്തർപ്രദേശ് അത് എങ്ങനെയൊരു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ അപ്പൊ ഗൗരവത്തിൽ എടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിപ്പോ വളരെ ഗൗരവമേറിയ വിഷയമായി മാറിയിരിക്കുന്നു. ഒരു ചിത്രം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മനോരമ. ദിനചിത്രത്തിൽ ഇന്നലെ നീറ്റ് പരീക്ഷയായിരുന്നല്ലോ. നീറ്റ് പരീക്ഷയിൽ ഈ നമ്മുടെ ഡ്രസ് കോഡ് ഉണ്ട്. ആ മുട്ടിന് താഴെ വസ്ത്രം പറ്റില്ല. അപ്പോൾ ഇന്നലെ നീറ്റ് പരീക്ഷ എഴുതാൻ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ഒരു വിദ്യാർത്ഥിനി എത്തി. അപ്പോൾ വിദ്യാർത്ഥിനി എത്തിയപ്പോൾ ചുരിദാറിന്റെ കൈമുട്ടിന് താഴേക്ക് പാടില്ലെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥിനി പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് സമീപത്തെ തയ്യൽക്കടയിലെത്തി ഉടുപ്പിന്റെ കൈ പകുതി മുറിച്ചു മാറ്റി ഓടിയെത്തി പരീക്ഷാ ഹാളിലേക്ക് കയറിയ ഒരു ചിത്രമുണ്ട്. മറ്റു 3 കുട്ടികൾക്കും ഇതുപോലെ ഉടുപ്പിന്റെ കൈ മുറിക്കേണ്ടി വന്നു. ചിലർ പുതിയ വസ്ത്രം വാങ്ങിയാണ് കൈനീളത്തിന്റെ പരീക്ഷ പാസ്സായത് എന്നാണ് ആ സമയത്ത് ഹാൾ ടിക്കറ്റിലൊക്കെ വിശദമായി പറയുന്നുണ്ട്. അത് ആ സമയത്ത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം ഒരുപക്ഷെ. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയെ മനോരമ കൈകാര്യം ചെയ്തത്. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു ലീഡ് എന്ന് പറയുന്നത് പാകിസ്ഥാന് വീണ്ടും പ്രഹരം, ജലയുദ്ധം എന്നാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. ചെനാബ് നദിയിലെ ജലമൊഴുക്ക് ഇന്ത്യ വെട്ടിക്കുറച്ചു. വാർത്ത എങ്ങനെയാണ് സർ? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചെനാബ് നദിയിൽ നിന്നുള്ള ജലമൊഴുക്ക് വെട്ടിക്കുറച്ച് ഇന്ത്യ. ചെനാബ് നദിയിൽ ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതിക്കായുള്ള ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നുള്ള നീരൊഴുക്കാണ് നിയന്ത്രിച്ചത്. ജമ്മുവിലെ റംബാനിലാണ് ബഗ്ലിഹാർ. ഇതാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല KV റാവി പഞ്ചാബിനെ വളരെ ശക്തമായിട്ട് ബാധിക്കുകയും ചെയ്യും. നിലവിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന്റെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. ആ ഇടയിലാണ് ഇപ്പൊ ചിനാബ് നദിയിൽ നിന്ന് വെള്ളം കുറയുകയാണെങ്കിൽ അത് കർഷകരെ ബാധിക്കും. മാത്രമല്ല അതിനകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് അറിയുമോ? പാകിസ്ഥാൻ ഭയക്കുന്നതും അതാണ്. നമ്മൾ എപ്പോൾ വെള്ളം കൂട്ടും, എപ്പോൾ വെള്ളം കുറയ്ക്കും എന്ന് ഈ നേരത്തെ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് അറിയാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എങ്ങനെ അവർ വിശ്വസിച്ച് കൃഷി ഇറക്കും? അതാണ് പ്രശ്നം. ജുലൈമിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സാഹചര്യം പാകിസ്ഥാനിലെ കർഷകരോട് നമുക്ക് സ്നേഹമുണ്ട്, അവരുടെ കാര്യത്തിൽ നമുക്കൊരു വലിയ സഹാനുഭൂതിയുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ കർഷകരെ കൂടി പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ എല്ലാ ദിവസവും മണിക്കൂറുകളോളം പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുക. 100% രാത്രിയിലും തൃശ്ശൂർ പൂരത്തിന്റെ മാതൃകയിൽ അവിടുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണോ എന്തോ ഇത്രയും അധികം വെടി പൊട്ടിച്ചുകൊടുത്തത്? മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു കണക്ക് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി റോഷിനി. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയാൽ 4 ദിവസം പാകിസ്ഥാനിലെ ആയുധം തീരും. അതാണ് അവസ്ഥ. അത്ര വലിയ വ്യത്യാസമുണ്ട്. 4 ദിവസം ഇന്ത്യയുടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ഭയം ഒത്തുതീർപ്പിലൊക്കെ എത്തുന്നത്. അതുകൊണ്ടാണല്ലോ. പക്ഷേ എന്ത് ചെയ്യാം, തീവ്രവാദം തലയ്ക്ക് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമം മറ്റൊരു വാർത്തയാണ്. ഇസ്രായേൽ വിമാനത്താവളത്തിന് സമീപം മിസൈലിട്ട ഹൂതികൾ 8 പേർക്ക് പരിക്ക്. എയർ ഇന്ത്യ ഇസ്രായേൽ സർവീസ് നിർത്തി എന്ന് പറയുന്ന വാർത്ത. ഇസ്രയേലിലെ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് സമീപം യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. ഞായറാഴ്ച രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. അതാണ് ലീഡ് വാർത്തയെ മാധ്യമം കൊടുക്കുന്നത്. ഓരോ പത്രത്തിനും ഓരോ ലീഡാണ്, വ്യത്യസ്ത ലീഡാണ്. അതാണ് ഇന്നത്തെ പത്രങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത. വാർത്ത അപ്പോ എങ്ങനെയാ കൊടുത്തിട്ടുള്ളത്? സുധാകരന്റെ വാർത്ത ലീഡാക്കുന്നത് ആരായിരിക്കുന്നു? സ്വാഭാവികമായിട്ട് അറിയായിരിക്കുമല്ലോ, ദേശാഭിമാനിയുടെ ലീഡാണ്. വലിയ ലീഡായി തന്നെ ദേശാഭിമാനി കൊടുക്കുന്നു. മലയാള മനോരമ പത്രത്തിലും K സുധാകരന്റെ വാർത്തയുണ്ട് കേട്ടു. ആദ്യ പേജിൽ എല്ലാ പത്രത്തിലും ഉണ്ടാവേണ്ടതാണ്. മാതൃഭൂമിയിൽ ആദ്യ പേജിൽ ഇല്ലെന്ന് തോന്നുന്നു. നേതൃമാറ്റം കടുപ്പിച്ച് സുധാകരൻ, മൂലക്കിരുത്താൻ ഗ്രൂപ്പിന്റെ ശ്രമം ഇൻവേർട്ടഡ് കോമ എന്ന് പുള്ളി പറഞ്ഞതായിട്ടാണ്. തനിക്ക് അസുഖമെന്ന് പ്രചാരണം. KPCCയിൽ നേതൃമാറ്റം നടപ്പാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചെന്ന സൂചനകൾക്കിടെ അങ്ങനെയൊരു തീരുമാനമില്ലെന്നും അസുഖമാണെന്ന് പ്രചരിപ്പിച്ച് തന്നെ മൂലക്കിരുത്താൻ പാർട്ടിയിൽ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണവുമായി K സുധാകരൻ രംഗത്ത്.
കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം സുധാകരനുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നേതൃമാറ്റ നടപടികളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. ചാനൽ അഭിമുഖത്തിൽ സുധാകരൻ ആഞ്ഞടിക്കുന്നു. പ്രസിഡന്റ് പദവിയിൽ മാറണമെന്ന നേരിയ സൂചന പോലും ഡൽഹിയിലെ ചർച്ചയിൽ തനിക്ക് നൽകിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അസുഖമുണ്ടെന്നും ക്ഷീണമുണ്ടെന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് വളർത്തിയെടുത്ത് തന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന ഗ്രൂപ്പ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയാമെങ്കിലും പുറത്തു പറയില്ല എന്നൊക്കെയാണ് പുള്ളി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ എന്താണ് എന്നുള്ളത് നമ്മളത് കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. അപ്പോൾ അതാണ് പ്രധാന വാർത്ത. ദേശാഭിമാനിയുടെ പ്രധാന വാർത്തയും അത് തന്നെയാണ്. തൊടാനാകില്ലെന്ന് സുധാകരൻ. കോൺഗ്രസിൽ യുദ്ധകാഹളം കിട്ടിയ അവസരം ദേശാഭിമാനി ഉപയോഗിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ മാറ്റാൻ ഒരു വിഭാഗം ഹൈക്കമാൻഡിന് ആശങ്ക. സുധാകരനെ പിന്തുണച്ച മുരളീധരൻ, ചെന്നിത്തല, തരൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത നിൽക്കുന്നത്. നമ്മൾ പറയേണ്ട ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. KV റാബിയുടെ വാർത്ത ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് എല്ലാ പത്രങ്ങളിലും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ മാതൃഭൂമി കവർ ചെയ്തിട്ടുണ്ട്. അണഞ്ഞു അക്ഷര വെളിച്ചം, അക്ഷരച്ചിറകിലേറിയ ജീവിതം, KV റാബിയെ വിട പറഞ്ഞു എന്നാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാധ്യമം സാക്ഷര കേരളത്തിന്റെ പെൺകരുത്തിന് വിട, KV റാബി. ഇത് ഈ മാധ്യമത്തിനേതാണ് കുറച്ചുകൂടി നല്ലൊരു ഇതായിട്ട് തോന്നി. സാക്ഷര കേരളത്തിന്റെ പെൺകരുത്തിന് വിട ഗംഭീരമായിരുന്നു. മാത്രമല്ല അതൊരു സാമാന്യമായ തിരിച്ചുവരവായിരുന്നു റാബിയുടെ. പോളിയോ തളർത്തിയെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷമുള്ള ഈ അവരുടെ ജീവിതത്തിലെ തിരിച്ചുവരവ്, സ്വപ്നച്ചിറകുകൾ എന്ന പേരിൽ ഒരു ആത്മഹത്യ. അപ്പോൾ വളരെ വലിയ രീതിയിൽ അവർ പുറത്തിറങ്ങി സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി. അവർ വീട്ടിനുള്ളിൽ ഇരുന്നില്ല, ചക്രക്കസേരയിൽ ഇരിക്കുമ്പോഴും സാക്ഷര കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഒട്ടേറെ പുരസ്കാരങ്ങൾ, പത്മ പുരസ്കാരങ്ങൾ അടക്കം അവർ നേടിയിട്ടുണ്ട്. എന്തായാലും മുണ്ടശ്ശേരി അവാർഡ് അടക്കം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത്. നമുക്കിനി ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ഗംഭീരമായ പൂരക്കാഴ്ചകളുമായി രാവിലെ പ്രഭാതത്തിൽ അല്ലേ തകർക്കും. തകർക്കും. ഓക്കെ.